ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനിയൻകുട്ടൻ അവർക്കുള്ള ചായമായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് പോലും അവൻ കുടിക്കുന്നില്ല. ആ സമയത്തായിരിക്കും വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം വന്നിട്ട് പറയുന്നുണ്ട്, അനിയൻകുട്ട അവരുടെ കെട്ടഴിച്ച് വിടുമെന്ന് പറയും. വിക്രം അവർക്ക് മുന്നിൽ വന്നിട്ട് തൊഴുതു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, മറ്റൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അല്ലാതെ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു ഉദ്ദേശമില്ലായിരുന്നു. ഒരിക്കലും ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വിക്രം വരുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ മാത്രം മതി എന്ന് പറയണ വിക്രം. എന്നാൽ വിക്രമിനെ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഇതാരാണെന്നൊക്കെ ചിന്തിച്ച് അവർ രണ്ടുപേരും അമ്മയും മോളും വിക്രമിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വിക്രം ഏതായാലും ഒരു കസേരയും വലിച്ചിട്ടുകൊണ്ട് അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വിക്രം ഏതായാലും അവിടെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. വിക്രം പറഞ്ഞത്, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാമെന്നും പറയും. അതിനുശേഷം വരുൺ ചെയ്ത് ആ ഒരു ചതിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. വരുൺ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് ആ പെണ്ണിനെ കൊല്ലാരാക്കിയെന്ന്, പിന്നീട് ആ പെണ്ണ് മരിച്ചുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം ഓരോ കാര്യങ്ങളായിട്ട് നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വിക്രം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അമ്മയും മോളും ആകെ ഞെട്ടിത്തെറിച്ചതൊക്കെ കേട്ട് നിൽക്കുകയാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വിക്രം പറയുന്നത്, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേ ഫോണ് പോലീസിനെ വിളിച്ച് പറഞ്ഞോളാൻ പറഞ്ഞിട്ട് ഫോണങ്ങ് കൊടുക്കുന്ന സമയത്തിന് ആ ഒരു ഫോണ് തട്ടി മാറ്റിക്കൊണ്ടതിന് രേണുക പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ്. എന്നിട്ട് അന്നേ ദിവസം തന്നെ വേറൊരു കുടുംബം അനാഥമാവാനൊന്നും ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. നിങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊള്ളാൻ പറയട്ടോ ആ അമ്മയും മോളും. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിക്രം വേദയോട് പറയുന്നതിന് ശേഷം ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്തിന് വേദയ്ക്ക് ഇത് കേൾക്കുമ്പോൾ നല്ലോണം അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വേദ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഇപ്പൊ നല്ല കാര്യമെന്നാണോ വിക്രം വിചാരിക്കുന്നത്? ഇതിപ്പോ എന്നെ തട്ടിക്കൊണ്ടുപോയ വാസവനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കാണ് വേദ. അപ്പോൾ വിക്രം ചോദിക്കുന്നത്, വാസവൻ നിന്നെ തട്ടിക്കൊണ്ടുപോയതേ പോലെയാണ് ഞാൻ തട്ടിക്കൊണ്ടുപോയത്. ഞാൻ ഒരിക്കലും അവരെന്നും ആ അമ്മയും മോളെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ വേദ പറഞ്ഞത്, ഏത് ക്രിമിനലിനും അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ന്യായം കണ്ടെത്താൻ കഴിയും. അതുതന്നെയാണ് ഇപ്പോൾ നിങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയൊരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി, അത് നിങ്ങൾ അംഗീകരിക്കുക തന്നെ വേണമെന്നും പറയും. എന്നിട്ട് അവരെങ്ങനെയാ വീട്ടിൽ പോയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അവർ കാറിൽ പോയി എന്ന് പറയും. അപ്പം എന്താ അവിടെ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എന്താ അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാണ് വേദ. അത് പിന്നെ ഞാൻ അപ്പത്തെ തിരക്കിൻ്റെ ഇടയിൽ അങ്ങ് വിട്ടുപോയി എന്ന് പറയും വിക്രം. അപ്പോൾ അവിടെ വാസവൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതൊന്നുമല്ല, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആ പെൺകുട്ടിയുടെ പിറന്നാൾ ദിവസമാണ് നിങ്ങൾ നശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ഒരു കേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരോടൊരു സോറി പറഞ്ഞിട്ട് വരാം. നിങ്ങൾ വേഗം റെഡിയാവുമെന്ന് ഇങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ നിങ്ങൾ വരാത്തത്? വാസവനെ പേടിച്ചിട്ടാണോ? നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്തിന് അവിടെ വാസവൻ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കാട്ടെ വേദ. അപ്പോൾ വാസവനെന്നും എനിക്ക് പേടിയില്ല എന്ന് പറയുന്ന സമയത്തിന് പിന്നെന്താ അവർ നിങ്ങളെന്തെങ്കിലും പറയുന്നു വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കും. അന്നേരം വിക്രം പറഞ്ഞിട്ട്, അതൊന്നുമല്ല, ഞങ്ങൾ അന്ന് നല്ല രീതിയിൽ തന്നെയാണ് പിരിഞ്ഞത് എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാവ്. ഞാനും വേഗം റെഡിയായിട്ട് വരാം, നമുക്ക് ഏതായാലും അവിടെ വരെ ഒന്ന് പോവാമെന്ന് പറയും. പിന്നീട് വാസവൻ ഏതായാലും വേഗം വീട്ടിലേക്ക് കയറി ചെന്നിട്ട്, മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? മോൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മോൾ എങ്ങനെ പിടിക്കുന്ന സമയത്തിന് ദേഷ്യപ്പെട്ട് ആ ഒരു കുട്ടി അങ്ങ് കൈ മാറ്റിയാണ്. ഇതേ സമയത്തിന് രേണുക വാസവനെ ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം തന്നെ നുണയായിരുന്നു അല്ലേ? നിങ്ങൾ കാരണം ഇപ്പോൾ ഒരു കുടുംബമാണ് അനാഥമായത്. നിങ്ങൾ എന്തിനാണ് അന്ന് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ ചോദിക്കട്ടോ. ആ സമയത്തിന് വാസവൻ അങ്ങ് വല്ലാതായിട്ട് കൊണ്ടുതന്നെ വാസവൻ പറഞ്ഞിട്ട്, അത് പിന്നെ രേണുകയെ അവനൊരു ഫ്രോഡാണെന്ന് പറയും. അപ്പൊ രേണുക പറഞ്ഞിട്ട്, അവനൊരു ഫ്രോഡൊന്നുമില്ല, നിങ്ങൾ ചെയ്ത പണിക്ക് അവനൊരു മറുപടിയായി ചെയ്തെന്നേ ഉള്ളൂ. വരുൺ എന്റെ വയറ്റിൽ പിറന്നതല്ലെങ്കിൽ പോലും ഈ വീട്ടിൽ വന്ന അന്ന് നാളെ തൊട്ട് തന്നെ അവൻ എന്റെ മകനാണ്. ഇത്ര കാലം സ്വന്തം മകനായിട്ട് തന്നെ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. അവൻ ചെയ്ത കുറ്റങ്ങളൊക്കെ നിങ്ങൾ ന്യായീകരിച്ചു, പക്ഷെ ഞാനാണെങ്കിൽ നിങ്ങളുടെ വാക്കും വിശ്വസിച്ചു. ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തിയതിനു ശേഷം ജീവചവമായിട്ടാണ് അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞ് രേണുക അങ്ങ് പൊട്ടിത്തെറിക്കാണ്. അന്നേരം മോള് പറഞ്ഞിട്ട്, ചേട്ടൻ ഇത്രമാത്രം വലിയൊരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ട് എനിക്ക് പേടിയാണ് അച്ഛാ ഈ വീട്ടിൽ ജീവിക്കാനെന്ന് പറയും. അപ്പോഴെന്നെ വാസവൻ പറയുന്നുണ്ട്, രേണുകയെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടെന്ന് പറയുന്ന സമയത്തിന്റെ രേണുക പറയുന്നത്, നിങ്ങൾ ഇതേ രീതിയിലാണ് നിങ്ങളും നിങ്ങളുടെ മോനെ പോലെ ജീവിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ ഏതായാലും എന്റെ കാര്യം നോക്കി എന്റെ വീട്ടിലേക്ക് അങ്ങ് തിരികെ പോകുമെന്ന് പറയും. അപ്പോൾ വാസം പറഞ്ഞിട്ട്, അതേടി ഞാൻ ഇങ്ങനെ തന്നെയാണ് ജീവിക്കാൻ തീരുമാനിച്ചേക്കുന്നത്. ഞാനും എന്റെ മോനും ഇതുപോലെ തന്നെയാണ് ജീവിക്കാൻ തീരുമാനിച്ചേക്കുന്നത്. നീ എന്ത് ചെയ്യുമടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും വാസവനും ഭാര്യ അങ്ങ് വഴക്കാവുകയാണ്. അന്നേരം രേണുക പറഞ്ഞിട്ട്, അതെ എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ ഈ വീട്ടിൽ വന്ന നാള് അന്നേ തൊട്ട് തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേണുക കുറേയധികം പരാതി പറഞ്ഞ് വീണ്ടും അവർ രണ്ടുപേരും അല്ലാതെ അങ്ങ് വഴക്കാവുകയാണ്. അവസാനം വാസവൻ പറഞ്ഞിട്ട്, ഞാൻ ഏതായാലും ഇതുപോലെ തന്നെയൊക്കെ ജീവിക്കുള്ളൂ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നീ അതുപോലെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വാസവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോവും. വാസവൻ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്തായിരിക്കും വിക്രമും വേദയും നേരെ വാസവന്റെ വീട്ടിലേക്ക് കയറി പോകുന്നത്. അപ്പോഴേക്കും അവരെ കണ്ട് ഡ്രൈവർ ചോദിക്കുന്നത്, വേണോ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് ചോദിക്കുന്ന സമയത്തിന് വേണ്ടെന്നായിരിക്കും വാസവൻ പറയുന്നത്. വിക്രമും വേദയും വീട്ടിലേക്ക് കയറി വരുന്നതും കണ്ടുകൊടുത്തിട്ട് ഗുണ്ടകൾ അവിടെ ഇങ്ങനെ തടഞ്ഞു നിർത്തും. എന്നിട്ട് വാസവനോട് അകത്തേക്ക് കയറ്റണമെന്ന് ചോദിക്കുന്ന സമയത്തിന് കയറ്റിക്കോളാൻ സമ്മതം കൊടുക്കുകയാണ് വാസവൻ. അങ്ങനെ ഇവർ വന്നിങ്ങനെ കോളിംഗ് ബെല്ലടിക്കുന്ന സമയത്തിന് അമ്മയും മോളും അങ്ങോട്ടേക്ക് വരും. വിക്രമിനെയും വേദയും കാണുന്ന സമയത്തിന് അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അകത്തേക്ക് കയറി വന്നതിന് ശേഷം വേദ ഇങ്ങനെ മോളോട് പേര് ചോദിക്കുന്നുണ്ട്. മോളുടെ പേരെന്താന്ന് ചോദിക്കുന്ന സമയത്തിന് എൻ്റെ പേര് മിനി എന്ന് പറയും.
വേദ ചോദിക്കുന്നതിന് മോൾക്ക് ചേട്ടനോട് ദേഷ്യമായിരിക്കൂലേ, മോളുടെ പിറന്നാൾ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ആക്കിയതിനെന്ന് ഇപ്പോൾ ചോദിക്കുന്ന സമയത്ത് തന്നെ അവളുടെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവള്. അതൊക്കെ അവൾ ക്യാൻസൽ ചെയ്തു, ഇനിയിപ്പോൾ അതൊന്നും വേണ്ട വിചാരിച്ചു എന്നൊക്കെ പറയും അമ്മ. അന്നേരം വിക്രം പറയുന്നതിന് മോളോട് മാത്രമല്ല ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്, ചേച്ചിയോട് ഞാൻ ക്ഷമ ചോദിക്കാണ്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് എനിക്ക് മറ്റൊരു വഴിയൊന്നും ഇല്ലായിരുന്നു ചേച്ചി. അന്നേരം എനിക്ക് മനസ്സിലായി മോനെ നിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെ മനസ്സിലാക്കാണ്ടോ ആ ഒരു ചേച്ചി. അതെ, ബർത്ത്ഡേ ആയിട്ട് സെലിബ്രേഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കണ്ട, ഞാൻ ഏതായാലും മോൾക്കൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ വേദ കൊണ്ടുവന്ന് ആ ഒരു കേക്ക് നേരെ മോൾക്കൊക്കെ കൊടുക്കുകയാണ്. അന്നേരം എന്ത് ചെയ്യണമെന്നറിയാതെ മോൾ അമ്മയെങ്ങനെ നോക്കുന്ന സമയത്തിന് അത് വാങ്ങിച്ചോ എന്ന് ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് മോള്. മോൾ ഏതായാലും വളരെയധികം സന്തോഷത്തിൽ വേദയുടെ കയ്യിൽ നിന്നും ആ ഒരു കേക്ക് വാങ്ങിക്കും. എന്നിട്ട് വേദ പറയുന്നത് ഇനിയിപ്പോൾ സെലിബ്രേഷൻ ഒന്നും ഇല്ലാതിരിക്കേണ്ട കേട്ടോ, കേക്ക് കട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് വിക്രമിനായിരുന്നു ഇവിടെ വന്നിട്ട് മാപ്പ് പറയാമെന്നുള്ള നിർബന്ധം എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നത് കേട്ടിട്ട് ഒരു അത്ഭുതത്തോടു കൂടി തന്നെ വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ കണ്ണോണ്ടിറുക്കി കാണിക്കും. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഏതായാലും ഇതുവരെ വന്നതല്ലേ, അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ബർത്ത്ഡേ ആഘോഷത്തിന് ശേഷം നിങ്ങൾ എവിടെ നിന്നും പോയാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് കൊടുത്തിന് ആ മോളുടെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കട്ടെ വിക്രമും വേദയൊക്കെ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും പത്മ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാണ്. മോളെ എനിക്കാകെ വിഷമാവാണ് വേദമോളുടെ കാര്യം ഓർത്തിട്ട്. കമലം ഇപ്പോഴും അവളോട് ദേഷ്യത്തിൽ തന്നെയായിരിക്കും പെരുമാറുന്നത് എന്നൊക്കെ പറയുന്ന സമയത്തിന് പത്മം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിയേനെ. അമ്മ പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ വേദം ഇങ്ങോട്ടേക്ക് തിരികെ വരും എന്നിങ്ങനെ പറയുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ ഒപ്പിച്ചു വെച്ചേക്കുന്നത് എന്ന് ചോദിക്കും. ആ സമയത്തിന് പത്മം പറഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കമലയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, കമല അതനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളും എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കമല അവളോട് ദേഷ്യത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ അവൾ അവിടെ നിന്ന് പോരുമെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് പത്മം പറയുന്നുണ്ട് അതെ, അവളോട് ആ വീട്ടിൽ ആകെ കൂടെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളത് കമലയല്ലേ. കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇല്ലാതാവുന്ന സമയത്ത് പിന്നെ അവൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ അവിടുത്തെ ജീവിതം മതിയാക്കിയിട്ട് ഇങ്ങോട്ട് എങ്ങനെ തിരിച്ചു വരട്ടെ എന്നാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് പത്മം പറഞ്ഞിട്ട് അതെ, അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരട്ടെ. അവിടെയുള്ളവരുടെ സ്നേഹമൊക്കെ നഷ്ടമാവുമ്പോഴേ അവളെ നഷ്ടപ്പെട്ട വേദനയൊക്കെ അവൾക്ക് അറിയുമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തിന് മുത്തശ്ശിക്ക് സങ്കടമാണ്. ഞാൻ ഏതായാലും വേദയൊന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വേഗം വേദയെ വിളിക്കും. അന്നേരം പത്മം വേണ്ട വിളിക്കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശി വിളിക്കുകയാണ്. ഫോൺ എടുത്തിട്ട് മോളേന്ന് വിളിക്കുന്ന സമയത്തിന് മുത്തശ്ശിന്ന് വിളിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് മോളെ, മോൾക്ക് അവിടെ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കും. വേദ പറഞ്ഞിട്ട് എനിക്കിവിടെ സുഖം തന്നെയാണ് മുത്തശ്ശി, ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയ നാൾ മുതൽ എനിക്കിവിടെ എന്തിന്റെ കുറവാന്ന് ചോദിക്കും വേദ. എനിക്കിവിടെ ഒരു പ്രശ്നമില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് വേദ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നില്ല തന്നെ കമലമ്മ കേട്ട് വരികയാണ്. അല്ല മോളെ, കമല നിന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് എന്ത് പെരുമാറാൻ, അമ്മക്ക് യാതൊരു മാറ്റവും ഇല്ല. അമ്മ ഇപ്പോഴും എന്നോട് നല്ല സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുന്നത്. ഞാനിങ്ങോട്ടേക്ക് വന്ന നാൾ മുതൽ അമ്മ തന്നെയല്ലേ എനിക്ക് കൂട്ട്. വാസവൻ എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ തിരികെ വന്നതിന് ശേഷം അമ്മ എന്നോട് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുന്നത്. അമ്മ ഇല്ലാതെ എവിടേക്കും ഒറ്റക്ക് പോകരുതെന്ന് അമ്മ അതിനുശേഷം എന്നോട് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശിക്ക് വല്ലാത്ത സന്തോഷം തോന്നും. എന്നാൽ വേദയുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെ കമലമ്മ ആകെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം കമലമ്മ ഒരിക്കലും അങ്ങനെ എന്നല്ലല്ലോ വേദയോട് പെരുമാറുന്നത്. ഇപ്പോഴും വേദയുടെ മനസ്സിൽ തന്നോടുള്ള ആ ഒരു സ്നേഹമെല്ലാം കാണുന്ന സമയത്തിന് കമലമ്മയുടെ കണ്ണ് നിറഞ്ഞു പോവാണ്. ഫോണ് കട്ടാക്കിയതിനു ശേഷം മുത്തശ്ശി ഇങ്ങനെ പത്മത്തിനോട് പറഞ്ഞിട്ട് കണ്ടില്ലേ, അവൾക്ക് അവിടെ ഒരു കുഴപ്പമില്ല, പത്മം വെറുതെ അവളെ തെറ്റിദ്ധരിക്കുകയാണ്. കമല ഇപ്പോഴും അവളോട് നല്ല സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ പത്മത്തിന് വല്ലാത്ത സങ്കടാവും. വേദയുടെ വാക്കെല്ലാം കേട്ടിട്ട് കമലമ്മ കണ്ണും തുറച്ച് സങ്കടപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നാലും എന്തായിരിക്കും അവരുടെ പ്ലാന്. ഇനി മുത്തശ്ശിയും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇവിടുത്തെ അമ്മ എന്നോട് മോശമായിട്ടാണ് പെരുമാറുന്നതെന്നുള്ള കാര്യം അവരെങ്ങനെ അറിഞ്ഞു? ഈ വീട്ടിലെ ആരും അത് പറഞ്ഞു കാണാനൊന്നും സാധ്യതയില്ല. പിന്നെ എങ്ങനെയാണ് ആ കാര്യം അവരറിഞ്ഞത്? ഇനിയിപ്പോൾ ഞാൻ അറിയാതെ ഇവരെന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ആകെ സംശയിച്ച് നിൽക്കായിരിക്കും വേദ. ഇതേ സമയത്തിന് കമലമ്മയാണെങ്കിൽ നേരെ മുറിയിലേക്ക് വന്നിട്ട് വേദ പറഞ്ഞ ആ ഒരു കാര്യമെല്ലാം ചിന്തിച്ച് വളരെയധികം സങ്കടപ്പെട്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞിരിക്കുകയാണ്. താൻ എത്രയൊക്കെ വേദയെ ദ്രോഹിച്ചിട്ട് പോലും വേദ ഇപ്പോഴും തന്നെ പറ്റിയിട്ട് നല്ലത് മാത്രമാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ച് കുറ്റബോധത്തോട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കമലം. പിന്നീട് കാണിക്കുന്നത് വിക്രം ശ്രീനിവാസൻ സാറിന്റെ അടുത്തേക്ക് വരുന്ന സമയത്തിന് പുളിക്കം വന്നിട്ട് വിക്രമിനെ അകത്തേക്ക് കൊണ്ടുപോവാണിത്. നിന്നെ കാത്ത് അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ അകത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ രാജേട്ടൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രാജേട്ടനും ജോസഫും എല്ലാം വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് ആ വിക്രം നീ വേഗം വാ. സുധേ നീ അതിങ്ങ് എടുത്തേന്ന് പറയുന്ന സമയത്തിന് സുധ ഒരു പാത്രത്തിൽ കുറെ അധികം ലഡുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല എന്താ ഇവിടെ ആഘോഷം, ലഡു ഒക്കെ വിതരണം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാണ് വിക്രം. അപ്പോൾ നീ ഇന്ന് വലിയൊരു യുദ്ധം ജയിച്ചു വന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുന്ന സമയത്തിന് വിക്രം ഓ അതാണോ എന്ന് ചോദിക്കും. അന്നേരം വിക്രം പറഞ്ഞതിന് എനിക്ക് മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ് എന്ന് പറയും. അപ്പോൾ ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട് എന്തായാലും നീ ജയിച്ചു, വാസവൻ ഇപ്പൊ തോൽക്കുകയും ചെയ്തു, അതുകൊണ്ട് നീ ഏതായാലും ആ സന്തോഷത്തിൽ ഈ ലഡു എടുക്കുക എന്ന് പറയും. അങ്ങനെ എല്ലാവരും ലഡുവൊക്കെ കഴിച്ചതിന് ശേഷം വിക്രം ഇങ്ങനെ പറയുന്നത് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയിട്ട് കാര്യം നടത്തുന്നത് എന്റെ ഹിസ്റ്ററിയിലുള്ളതൊന്നും അല്ല, പക്ഷേ എന്റെ മുന്നിൽ മറ്റു വഴിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയും.
അപ്പോൾ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, അതെ ശരിയാണ്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ അവർക്ക് നിന്നെ മനസ്സിലായല്ലോ, അത് മതി. പിന്നീട് നീ അങ്ങോട്ടേക്ക് പോയതും അവിടെ ചെന്നിട്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു. വാസവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇതെല്ലാം എൻ്റെ പ്ലാൻ പ്രകാരമാണോ നടന്നതെന്നൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും ശ്രീനിവാസൻ. അപ്പോൾ സുധ പറഞ്ഞിട്ട്, വിക്രമാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് അയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആണോ, അങ്ങനെ അയാൾ പറഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേ പറഞ്ഞു. അന്നേരം രാജേട്ടൻ പറഞ്ഞിട്ട്, ഏതായാലും ഇതോടുകൂടി തന്നെ വാസവനൊന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും, മോളും ഭാര്യയും കൂടി അയാളങ്ങ് തല്ലിക്കളഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയും. അന്നേരം ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട്, അതൊന്നും ഇനി കണക്കാക്കാൻ പറ്റില്ല, അയാളുടെ കാര്യമായതുകൊണ്ട് അയാൾ അണിയെ വിളിച്ച് പറഞ്ഞത് ഞാനാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചു എന്നാണ്. എന്തായാലും നീ ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് അതൊക്കെ നടപ്പിലാക്കുമെന്നൊന്നും അയാൾ വിചാരിച്ചു കാണില്ല. അന്നേരം രാജേട്ടൻ പറഞ്ഞിട്ട്, ഏതായാലും അതൊരു ഗുണമായല്ലോ, ഇനി ഏതായാലും അയാൾ കുറച്ചൊന്ന് ഒതുങ്ങിക്കോളും, കുറച്ചൊന്ന് അടങ്ങിക്കോളും എന്ന് പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, അയാൾ അങ്ങനെ അടങ്ങാനൊന്നും സാധ്യതയില്ല, അയാളെ ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇതിങ്ങനെ ശ്രീനിവാസൻ സാർ പറയുന്ന സമയത്തിന് എല്ലാവരും ഞെട്ടലോടെ അതിങ്ങനെ കേട്ട് നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.